നമസ്കാരം. അപ്രതീക്ഷിതമായി മലയാളത്തിനോട് വിട പറഞ്ഞ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനെക്കുറിച്ച് വൈകാരിക കുറിപ്പുമായി സംവിധായകൻ പി. പ്രേംലാൽ. പുകവലിയോട് ശ്രീനിവാസനുണ്ടായിരുന്ന അമിത താൽപര്യത്തെക്കുറിച്ചും ആ ശീലം ഉപേക്ഷിക്കാൻ നടത്തിയ പരിശ്രമത്തെക്കുറിച്ചും തുറന്നു പറയുന്നതാണ് പ്രേംലാലിൻ്റെ കുറിപ്പ്. മാനസികമായി ആഗ്രഹിച്ചിട്ടും ആ ശീലം ഉപേക്ഷിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയ ശ്രീനിവാസൻ്റെ അനുഭവങ്ങൾ പ്രേംലാൽ ആരാധകരുമായി പങ്കുവച്ചു. സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച ഓർമ്മക്കുറിപ്പിലാണ് ശ്രീനിവാസൻ്റെ പുകവലി ശീലം മൂലമുണ്ടായ അനുഭവങ്ങൾ പ്രേംലാൽ വെളിപ്പെടുത്തിയത്. പ്രേംലാലിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: എന്നേക്കാൾ വലിയ പുകവലിക്കാരനായിരുന്നു ശ്രീനിയേട്ടൻ. ആദ്യമായി കഥ പറയാൻ ചെന്ന ദിവസം ഒന്ന് തുടങ്ങിക്കിട്ടാനുള്ള എൻ്റെ സംരംഭം മനസ്സിലാക്കി ശ്രീനിയേട്ടൻ ചോദിച്ചു, വലിക്കുമോ? ഉവ്വെന്ന് ഞാനും പറഞ്ഞപ്പോൾ കയ്യിലിരുന്ന 555-ൻ്റെ പാക്കറ്റ് എൻ്റെ നേർക്ക് നീട്ടി ശ്രീനിയേട്ടൻ പറഞ്ഞു, ഒന്ന് വലിച്ചോ, എന്നിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അങ്ങോട്ടുള്ള കാലം ഒരുമിച്ച് കുറേ കാലം വലിച്ചു. ആത്മകഥയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം തൊട്ടേ ആ തോളിൽ കൈയിട്ട് നിന്ന് സിഗരറ്റ് വലിക്കാൻ സ്വാതന്ത്ര്യം കിട്ടി. ഷോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും ഞാൻ സിഗരറ്റ് വായിൽ തിരുകി നിന്നു. ആത്മകഥയുടെ ഷൂട്ടിംഗ് സമയത്ത് മഞ്ഞ് ആവശ്യമായി വരുന്ന സമയത്ത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റുകാർ അവരുടെ പുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ ഞങ്ങൾ കേൾക്കില്ല എന്ന വിശ്വാസത്തിൽ ശ്രീനിയേട്ടനെയും ഡയറക്ടറിനെയും കുറിച്ച് അവർ പറയുകയാണ്. ശ്രീനിയേട്ടനെയും ഡയറക്ടറിനെയും കുറച്ചു നേരം അവിടെ പിടിച്ച് നിർത്തിയാൽ മതി, കോട നിറഞ്ഞോളുമെന്ന് യൂണിറ്റുകാർ അടക്കം പറഞ്ഞു ചിരിച്ചു. ശ്രീനിയേട്ടൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ നാടൻ സിഗരറ്റ് മറന്നുവെന്ന് ഞാൻ മിക്കപ്പോഴും അഭിനയിച്ചു. ആ അഭിനയം മനസ്സിലായില്ല എന്ന് തിരിച്ചിങ്ങോട്ടും അഭിനയിച്ച് ശ്രീനിയേട്ടൻ 555 തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 4-5 കൊല്ലം. ഒരു നാൾ കണ്ടനാട്ടെ വീട്ടിൽ ചെന്നപ്പോൾ പതിവ് പോലെ ഒരു സിഗരറ്റ് ചോദിച്ച എന്നോട് ശ്രീനിയേട്ടൻ പറഞ്ഞു, പ്രേംലാൽ, ഞാൻ പുകവലി നിർത്തി. തികച്ചും അപ്രതീക്ഷിതമായ വാക്കുകളായിരുന്നതിനാൽ ഞാൻ ഞെട്ടി. എങ്കിലും അന്നേരം മനസ്സിൽ പറയാൻ തോന്നിയതാണ്. എന്നാ ഞാനും നിർത്തി എന്നാണ് ശരിക്കും എന്ന് ശ്രീനിയേട്ടൻ്റെ ചോദ്യം. അതേ എന്ന് ഞാൻ ഉറപ്പിച്ചു. 2014 നവംബർ 19 അന്ന്. പക്ഷെ പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ശ്രീനിയേട്ടനെ കാണാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരനുണ്ട്, സിഗരറ്റും വലിച്ച് മുറ്റത്തുണ്ട്. വീണ്ടും തുടങ്ങിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് നേരെ സിഗരറ്റ് പാക്കറ്റ് നീട്ടി ശ്രീനിയേട്ടൻ. എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വാക്കു പറഞ്ഞാൽ പറഞ്ഞതാ, നിർത്തി. ശ്രീനിയേട്ടൻ അത്ഭുതപ്പെട്ട് എന്നെ ഒന്ന് നോക്കി. പിന്നീട് പലപ്പോഴും കണ്ടുമുട്ടുന്നതിനിടയിൽ എപ്പോഴോ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. എന്നോടൊപ്പമുള്ളപ്പോൾ ശ്രീനിയേട്ടൻ സിഗരറ്റിന് തീ കൊളുത്തുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തേ ശ്രീനിയേട്ടൻ സിഗരറ്റ് വലിക്കാത്തത് എന്ന്. പുകവലി നിർത്താനുള്ള പെടാപ്പാട് എനിക്ക് നന്നായി അറിയാം. അത് നിർത്താൻ കഴിഞ്ഞാൽ ഒരാളുടെ അടുത്തിരുന്ന് വലിച്ച് പ്രലോഭിപ്പിക്കാൻ കാരണമാവുന്നത് ഒരു ക്രൈമാണ്, ശ്രീനിയേട്ടൻ ചിരിയോടെ പറഞ്ഞു. ശ്രീനിയേട്ടൻ്റെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കണ്ടനാട്ടേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ, പ്രേംലാൽ, ഒരു പാക്കറ്റ് സിഗരറ്റ് കൊണ്ടുവരണം. നടക്കില്ല ശ്രീനിയേട്ട എന്ന് ഞാൻ കടുപ്പം പറഞ്ഞു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, വല്ലപ്പോഴും ഒരു പുകയെടുക്കാനാണ്. വിമല ചേച്ചി അറിഞ്ഞാൽ സമ്മതിക്കില്ല, അതുകൊണ്ടല്ലേ വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞത് എന്നും ശ്രീനിയേട്ടൻ ഫോൺ കട്ട് ചെയ്തു. ചെന്നിറങ്ങിയ ഉടൻ വിമല ചേച്ചി കാണാതെ ആക്രാന്തം കലർന്ന സ്വരത്തിൽ ചോദിച്ചു, എവിടെ? ഞാൻ പറഞ്ഞത് വാങ്ങിച്ചില്ലേ? അതിനു മുമ്പോ ശേഷമോ ഒരിക്കലും കാണാത്ത വിധം ആ മുഖത്ത് ഗൗരവവും നീരസവും നിറഞ്ഞു. ഏതു ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ചിലർ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആ വിശ്വാസം തെറ്റിപ്പോയെന്ന് ശ്രീനിയേട്ടൻ്റെ സ്വരം കടുത്തു. അന്നേ ദിവസം ഒരക്ഷരം എന്നോട് സംസാരിച്ചില്ല. ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതായി നടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്കെപ്പോഴോ ഞാൻ യാത്ര പറഞ്ഞിറങ്ങി. പ്രതികരണമൊന്നും ഉണ്ടായില്ല. പിറ്റേന്ന് വീണ്ടും ഞാൻ കണ്ടനാട്ടേക്ക് വണ്ടി ഓടിച്ചു. ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരൊറ്റ സിഗരറ്റ് മാത്രം വാങ്ങി കയ്യിൽ വെച്ചു. മുൻകൂട്ടി വിളിച്ചു പറയാതെയുള്ള ആദ്യത്തെ യാത്ര. അതുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ മുമ്പിലുണ്ടെന്നും ഗേറ്റ് തുറക്കാനും പറഞ്ഞ് വിളിച്ചപ്പോൾ ശ്രീനിയേട്ടൻ വിസ്മയിച്ചു. അകത്തു ചെന്ന് വിമല ചേച്ചി കാണാതെ സിഗരറ്റ് കൈമാറിയപ്പോൾ ഹൃദയം നിറഞ്ഞ് ചിരിച്ചു. ബാത്റൂമിൽ കയറി പുകയെടുത്ത് പുറത്തു വന്ന് ശരിക്കും ഒരു എനർജി വന്നതുപോലെ എന്നും ഉത്സാഹത്തോടെ പറഞ്ഞ്, പിന്നെ തെല്ലൊരു സംശയഭാവത്തോടെ, ഒരു പാക്കറ്റല്ലേ പറഞ്ഞിരുന്നത് എന്ന് സ്നേഹിച്ചു. പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. ഒരെണ്ണം മതിയെന്ന് ഞാനങ്ങ് വിചാരിച്ചു. പക്ഷേ ഞാൻ നിർത്തി. ഇനി ഒരെണ്ണം കൂടി വാങ്ങാൻ പറഞ്ഞാൽ ഒരു കാലത്തും ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പുള്ളിക്കാരൻ കുറേ ചിരിച്ചു, പിന്നെ ചുമച്ചു. വർഷങ്ങൾക്ക് ശേഷം, അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് നെഞ്ചുവേദന വന്ന് ശ്രീനിയേട്ടൻ ആശുപത്രിയിൽ അഡ്മിറ്റായി.
അന്ന് കണ്ടപ്പോൾ എന്തുപറ്റിയെന്ന ചോദ്യത്തിന് സിഗരറ്റ് വലിച്ചതുകൊണ്ടാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് നിഷ്കളങ്കനായി മറുപടി കിട്ടിയപ്പോൾ ശരിക്കും ഞെട്ടി. ഒരൊറ്റ സിഗരറ്റിൻ്റെ തീയിൽ കുറ്റബോധവും ആത്മവേദനയും എരിഞ്ഞു കത്തി. പക്ഷേ ഒന്നല്ല, പലതവണ എന്ന നിലയ്ക്ക് സിഗരറ്റുകൾ പുകഞ്ഞിരുന്നുവെന്ന് ശ്രീനിയേട്ടൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ഒരു തിരക്കഥ എഴുതിക്കാൻ പുറകെ നടന്ന ഒരാളെക്കൊണ്ടാണ് കാര്യം നടത്തിച്ചിരുന്നത് എന്ന് കുത്തി ചോദിച്ചപ്പോൾ മറുപടി കിട്ടി. വിമല ചേച്ചിയും അതുതന്നെ പറഞ്ഞു. എന്തായാലും പുകവലി അതോടെ അവസാനിപ്പിച്ചു ശ്രീനിയേട്ടൻ. വേദന സഹിക്കാൻ വേറെ ആളെ കിട്ടുമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ലല്ലോ എന്ന് സ്വയം ആശ്വസിച്ചു. കഴിഞ്ഞ വർഷം ഞാൻ പുകവലി നിർത്തിയതിൻ്റെ 10ാം വാർഷികത്തിൻ്റെ കാര്യം ശ്രീനിയേട്ടനോട് പറഞ്ഞപ്പോൾ ലോകത്ത് അതിജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള പ്രലോഭനത്തെയാണ് പ്രേംലാൽ തോൽപ്പിച്ചത്. ഈ അവസ്ഥയിലും ഒരു സിഗരറ്റ് കയ്യിൽ കിട്ടിയാൽ ഞാൻ വലിച്ചു പോകും, വിജയം തുടരൂ എന്ന് പറഞ്ഞ് ചിരിച്ചു. യഥാർത്ഥത്തിൽ ആ വിജയം ശ്രീനിയേട്ടനും അവകാശപ്പെട്ടതായിരുന്നു. സിഗരറ്റ് ഉപേക്ഷിച്ചതിനുള്ള ശേഷമുള്ള ആദ്യത്തെ 2.5 വർഷക്കാലം ഞാൻ അക്ഷരാർത്ഥത്തിൽ ചിന്താപരമായി മുരടിച്ചു പോയിരുന്നു. വിരലുകൾക്കിടയിൽ സിഗരറ്റ് എരിഞ്ഞു നിൽക്കാതെ വന്നപ്പോൾ ഒരു 10 മിനിറ്റിൽ കൂടുതൽ നേരം കഥയാലോചിച്ചിരിക്കാൻ കഴിയാത്ത നിലയിലായി. ഒരു വരി പോലും എഴുതാൻ കഴിയാത്ത അവസ്ഥ. ഒടുവിൽ മനസ്സുമടുത്ത് ഞാൻ കാര്യം ശ്രീനിയേട്ടനോട് തുറന്നു പറഞ്ഞു. ഒന്നും ചെയ്യാനോ ചിന്തിക്കാനോ കഴിയില്ലെന്ന് വീണ്ടും വലി തുടങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേശപ്പുറത്തെ 555 പാക്കറ്റിന് വേണ്ടി കൈനീട്ടിയ നേരം ശ്രീനിയേട്ടൻ തടഞ്ഞു. എഡിസൺ പറഞ്ഞ ആ പ്രശസ്ത വാചകം ഓർമ്മിപ്പിച്ചു. വിജയത്തിന് തൊട്ടടുത്തെത്തി എന്നത് തിരിച്ചറിയാത്ത പരിശ്രമത്തിൽ നിന്നും പിൻവാങ്ങുന്നതാണ് പല മനുഷ്യർക്കും പറ്റുന്ന പിഴവ്. ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ കൂടി, ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ. അതിനുള്ളിൽ പ്രേംലാലിന് ഇപ്പോഴത്തെ അവസ്ഥ മറികടക്കാൻ പറ്റും. കോൺഫിഡൻസ് ആണ് പ്രധാനം. അന്ന് ഞാൻ വലിച്ചില്ല. പിന്നെ അങ്ങോട്ടും എഴുത്തും ചിന്തയും കഥയും അധികം വൈകാതെ ശ്രീനിയേട്ടൻ പറഞ്ഞ പോലെ തിരിച്ചെത്തി. പുക വിഴുങ്ങുന്ന ശീലം അവസാനിപ്പിച്ചതിൻ്റെ 11 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കലയിൽ മാത്രമല്ല ജീവിതത്തിലും പ്രിയപ്പെട്ട ശ്രീനിയേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു. സ്വയം പുകയെ ലഹരിയായി കൊണ്ടു നടക്കുമ്പോഴും എനിക്ക് വേണ്ടി വലിക്കാതിരുന്ന മനുഷ്യനാണ് ഞാൻ, ജയിക്കാൻ ഒപ്പം നിന്ന മനുഷ്യൻ. അല്ലെങ്കിലും മഹാന്മാരായ മനുഷ്യൻ അങ്ങനെയാണല്ലോ. അപരരുടെ വിജയങ്ങളും അവർക്ക് ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാൻ കഴിയുമല്ലോ. ശ്രീനിയേട്ട, നന്ദി എന്നാണ് സംവിധായകൻ പ്രേംലാലിൻ്റെ കുറിപ്പ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.